ആചാരപ്പെരുമയുടെ തിരുവോണത്തോണിക്കൊപ്പം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി മങ്ങാട്ടുപട്ടതിലെ കോട്ടയം കുമാരനെല്ലൂരിൽ നിന്നും യാത്ര തിരിച്ചു. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലം അനൂപ് നാരായണൻ ഭട്ടതിരിയാണ് ചുരുളൻ വള്ളത്തിൽ ആറന്മുളയിലേക്ക് പുറപ്പെട്ടത്. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നും ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി പുറപ്പെടും. വച്ചിപ്പാട്ട്, ആർപ്പുവിളി, കുരവ, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മങ്ങാട്ട് ഭട്ടതിരിയെ യാത്രയാക്കാൻ ദേശക്കാർ ഇല്ലത്ത് ഒത്തുകൂടി. മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണൻ ഭട്ടതിരിക്കാണ് ഇത്തവണ തിരുവോണത്തോണിക്കൊപ്പം പോകാൻ നിയോഗം. ഇല്ലത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കന്നി തിരുവോണത്തോണി യാത്രയാണ്. കഴിഞ്ഞ തവണ അച്ഛൻ്റെ അനിയന് ശാരീരിക അസ്വസ്ഥ ഉണ്ടായതിനെ തുടർന്ന് കാട്ടൂർക്ക് എന്നെ വിളിച്ച് ഞാൻ അവിടുന്ന് കയറുകയാണ് ഉണ്ടായത്. ഇല്ലത്ത് നിന്ന് ഇത്തവണ ആദ്യമായിട്ടാണ്. നമ്മളൊരു 12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വില്യാറ്റിലോട്ട് കയറി കൊടുവരാറ് ആർ ബ്ലോക്കിൽ ചെല്ലുന്നു. ആർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വേമ്പനാട് കായലിലേക്ക് കയറുകയാണ്. ഇപ്പം പഴയ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് തോടുകൾ ഇപ്പോൾ നികന്നു, പോളകൾ നിറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കായൽ വഴി നമ്മൾ കൂടുതൽ ഊന്നേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാനായിട്ട് അത് സാഹചര്യം അനുസരിച്ചാണ്. രാവിലെ 11:00ക്കും 12:00നും ഇടയിൽ ചുരുളൻ വള്ളം ഇല്ലത്തിന് സമീപത്തെ കടവിൽ നിന്നും യാത്ര തിരിച്ചു. മീനച്ചിലാർ വഴി വേമ്പനാട് കായലിലൂടെ സഞ്ചരിച്ച് പമ്പ വഴി മങ്ങാട്ട് ഭട്ടതിരിയും 3 സഹായികളും അടങ്ങുന്ന സംഘം കാട്ടൂരിലെത്തും. കാട്ടൂരിൽ ദേശക്കാർ ചേർന്ന് ഭട്ടതിരിയെ സ്വീകരിക്കും. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്ന് ഓണവിഭവങ്ങളും ദീപവുമായി തിരുവോണത്തോണി പുറപ്പെടും. കുമാരനെല്ലൂരിൽ നിന്ന് ഭട്ടതിരി കാട്ടൂർ വരെ എത്തുന്ന ചുരുളൻ വള്ളം തിരുവോണത്തോണിയുടെ അകമ്പടി തോണിയാകും. പള്ളിയോടങ്ങളിൽ ദേശക്കാരും ഒപ്പം സഞ്ചരിക്കും. തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ തോണിയെത്തും. തുടർന്ന് ഭഗവാന് തിരുവോണ സദ്യ ഒരുക്കും. അന്ന് അത്താഴ പൂജ കഴിഞ്ഞ് ക്ഷേത്ര പൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങുന്നതോടെ യാത്രാ ചടങ്ങുകൾക്ക് സമാപനമാകും. ഈ പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി തിരികെ മടങ്ങും. ജനം, കോട്ടയം.